ഹായ് ഫ്രണ്ട്സ്, ഇടുക്കി ജില്ലയിലെ അതിമനോഹരമായ സ്ഥലങ്ങളിലൊന്നാണ് രാമക്കൽമേട്. അവിടുത്തെ യാത്രാവിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ജീപ്പ് ട്രക്കിംഗ് ത്രൂ ആണ് നമ്മളിവിടെ എത്തുന്നത്. അങ്ങ് ദൂരെ കാണുന്ന ആ മലയുടെ അറ്റത്തേക്കാണ് നമുക്ക് എത്തേണ്ടത്. കുറച്ചധികം അങ്ങോട്ടേക്ക് നടക്കാനുണ്ട്. ഒരുപാട് യാത്രക്കാർ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. അധികം നടക്കാനുണ്ടെങ്കിലും ആ സ്ഥലം കാണാനുള്ള എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ നമ്മൾ ആ ക്ഷീണവും തളർച്ചയും ഒന്നും മൈൻഡ് ചെയ്തില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തി. കൂടെ ഉണ്ടായിരുന്നത് നമ്മുടെ ഡ്രൈവർ ചേട്ടനായിരുന്നു. പുള്ളി ആ നാട്ടുകാരനായതുകൊണ്ട് തന്നെ ആ സ്ഥലത്തെ പ്രത്യേകതകളൊക്കെ ആൾക്ക് നന്നായിട്ട് അറിയായിരുന്നു. ഈ രാമക്കൽമേടിൻ്റെ എല്ലാതരം പ്രത്യേകതകളും നമുക്കറിയില്ല. നമുക്കറിയാത്തതും അറിയാൻ ഒരുപാട് ആഗ്രഹമുള്ള ഒരു കാര്യം. അതിങ്ങനെ ഒരു കഥ രൂപത്തിൽ ഒരാളിങ്ങനെ പറഞ്ഞു തരാണെങ്കിൽ എന്ത് രസമല്ലേ കേൾക്കാൻ. ഒന്ന് കേട്ട് നോക്കണേ. വന്ന് നിൽക്കുന്നതാണ് രാമക്കൽ എന്ന് പറഞ്ഞ സ്ഥലം. ഈ കാണുന്ന കല്ലുണ്ടോ? ഈ കാണുന്ന കല്ലാണ് രാമക്കൽ എന്നറിയപ്പെടുന്ന കല്ല്. ഈ കല്ലിനെ ആസ്പദമാക്കിയാണ് ഇവിടെ രാമക്കൽമേടെന്നുള്ള പേര് വന്നിരിക്കുന്നത്. അതായത് ഒരു ഐതിഹ്യത്താലാണ് രാമക്കൽമേടെന്നുള്ള പേര് വന്നിരിക്കുന്നത്. വനവാസ കാലത്ത് രാമൻ സീതനെ അന്വേഷിച്ചു വന്നു, രാമൻ കയറിയെന്നും രാമന്റെ കാൽപാദം പതിഞ്ഞു എന്നൊക്കെയാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. അങ്ങനെയാണ് രാമക്കൽമേടെന്നുള്ള പേര് വന്നിരിക്കുന്നത്. രാമന്റെ കാൽപാദം പതിഞ്ഞ സ്ഥലം, അതാണ് രാമക്കൽമേടെന്നുള്ള പേര് വന്നിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ രാമക്കൽമേട് ഒരുപാട് പ്രത്യേകതകളുണ്ട്. രാമക്കൽമേട് പ്രത്യേകതകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. രാമക്കൽമേട് ഒന്നാമത്തെ പ്രത്യേകത, ഏഷ്യയിലെ തന്നെ ഏറ്റവും ശക്തിക്ക് കാറ്റ് വീശ സ്ഥലമാണ് രാമക്കൽമേട്. നമ്മൾ ഈ വന്ന് നിൽക്കുന്ന പോലെ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ദിശയില്ലാതെ 4 സൈഡിൽ നിന്ന് കാറ്റിങ്ങനെ റൗണ്ട് ചെയ്തിരിക്കും. നമ്മളൊരു 4 പേര് 5 പേര് തമ്മിൽ പിടിച്ച് നിന്നാൽ പോലും നമ്മളെ പറിച്ചു കളയും. അത്ര ശക്തിക്ക് കാറ്റ് വീശി, ഏഷ്യയിലെ തന്നെ ഏറ്റവും ശക്തിക്ക് കാറ്റ് വീശ രാമക്കൽമേട്. അടുത്ത പ്രത്യേകത, ഇവിടുത്തെ മെയിൻ സൂയിസൈഡ് പോയിന്റ് ആണ് കല്ല്. ഇതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ സീ ലെവലിൽ നിന്ന് 3600 അടി ഹൈറ്റിലാണ് ഈ കല്ല് നിൽക്കുന്നത്. ഇതിന്റെ ടോപ്പിൽ നമ്മൾ വീഴുകയോ ചാടുകയോ ചെയ്താൽ, അബദ്ധത്തിൽ ആരും വീണ്ടില്ല, വീഴുകയോ ചാടുകയോ ചെയ്താൽ 30-40 സെക്കൻഡുകൾ കൊണ്ട് തന്നെ ആൾ മരിക്കും, ബോഡിയെ താഴെ ചെല്ലത്തുള്ളതാണ് പറയപ്പെടുന്നത്. അത്ര കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞാൽ 16 ആൾക്കാർ സൂയിസൈഡ് ചെയ്ത സ്ഥലമാണ്. ഈ 16 പോസ്റ്റ് വാട്ടർ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഹൃദയം പൊട്ടിയാണ് ആൾ മരിച്ചിരിക്കുന്നത്, ബോഡിയാണ് താഴ്ച വന്നിരിക്കുന്നത്. നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചാണ് കയ്യെ ഷാൾ കൂട്ടിക്കെട്ടിട്ട് രാത്രി 10 മണിക്ക് ഇതിന്റെ ടോപ്പിൽ നിന്ന് താഴ്ത്തിയടി, അതാണ് ലാസ്റ്റ് ആയിട്ട് നടന്നത്. അങ്ങനെ 16 ആൾക്കാർ സൂയിസൈഡ് ചെയ്ത സ്ഥലമാണ് രാമക്കൽമേട്. രാമക്കൽമേട് അടുത്ത പ്രത്യേകത, രാമക്കൽമേടിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് 3 ടൈമിൽ 3 വ്യൂ ആയിരിക്കും. അതായത് നമ്മൾ രാവിലെ ഒരു 8 മണിക്ക് മുന്നെയാണ് വരുന്നതെങ്കിൽ ഇതൊന്നും കാണത്തില്ല, ഫുള്ള് കോടയായിരിക്കും. മേഘം നമ്മുടെ അടിക്കട പാസ് ചെയ്തായിട്ട് നമ്മൾ മേഘത്തിന് മുകളിൽ നിൽക്കുന്നതായിട്ട് കാണാം. അതിന് ശേഷം വന്നാൽ നിങ്ങൾ 1 മണിക്കൂർ ലേറ്റ് ആയിപ്പോയി. അതല്ല എങ്കിൽ നമ്മുടെ കണ്ണിന് എത്ര പവർ ഉണ്ടോ അത്ര ലോങ്ങിൽ ഇവിടെ നിന്നോട്ട് കാണാനായിട്ട് പറ്റും. ഇനി ഒരു അരമണിക്കൂർ, ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ ഈ ബിൽഡിങ്ങുകൾ ഫുള്ള് ലൈറ്റ് വീഴും. ഇവിടെ ലൈറ്റ് വ്യൂ എന്നും ഫ്ലൈറ്റ് വ്യൂ എന്നാണ് പറയുന്നത്. ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്യാനായിട്ട് പോകുമ്പോൾ കാണുന്ന ഒരു വ്യൂ ഫ്ലൈറ്റ് വ്യൂ എന്നാണ് പറയപ്പെടുന്നത്. രാമക്കൽമേട് അടുത്ത പ്രത്യേകത, സൺസെറ്റും സൺറൈസും കണ്ട സ്ഥലമാണ് രാമക്കൽമേട്. രാമക്കൽമേട് അടുത്ത പ്രത്യേകത, രാമക്കൽമേട് എന്ന് പറയുന്ന സ്ഥലമുള്ളൂ കേരളത്തിൽ. ഈ കല്ല് നിൽക്കുന്ന തമിഴ്നാട്ടിലാണ്. നമ്മൾ ഈ വണ്ടി വന്ന് നിൽക്കുന്ന മുന്നിലുള്ള കേരളം. ഈ കാണുന്ന തമിഴ്നാട് ഫോറസ്റ്റ് ഏരിയയും ഈ കാണുന്ന തമിഴ്നാട് തേനി ജില്ലയുടെ ഭാഗമാണ്. ഈ തമിഴ്നാട് തേനി ജില്ലയിലാണ് ഈ രാമക്കല്ല് നിൽക്കുന്നത്. ഇനി നമ്മൾ പറയാം തമിഴ്നാടിന്റെ പ്രത്യേകത. തമിഴ്നാടിന്റെ പ്രത്യേകത നമ്മൾ മലയാളികളെ പോലെയല്ല, ഇവർ ചേരി പോലെ കൂട്ടമായിട്ട് താമസിക്കുന്ന സെപ്പറേറ്റ് മാറി കൃഷി ചെയ്യുന്ന രീതിയാണ്. കേരളത്തിലോട്ടുള്ള ഒരു 70% വെജിറ്റബിൾ കയറി വരുന്നത് തേനി ജില്ല എന്നാണ് വരുന്നത്. തമിഴ്നാട് കൃഷി ആശ്രയിക്കുന്നത് മുല്ലപ്പെരിയാറിന്റെ വെള്ളമാണ് തമിഴ്നാട് കൃഷി ആശ്രയിക്കുന്നത്. അതിനകത്ത് വൈറ്റ് ഇറങ്ങുന്നത് ഈ ഇടയ്ക്ക് ലൈറ്റ് കാണുന്നുണ്ടോ? അത് ഫുള്ള് ഇവർ പിന്നെ ബിൽഡിങ്ങുകളാണ്. ഇവർ താമസിക്കുന്ന വീടുകളും ടൗണുകളും ബിൽഡിങ്ങുകളൊക്കെയാണ്. നിങ്ങൾക്ക് നല്ല കാണുമെന്ന് അറിയാൻ പറ്റത്തില്ല. ഇവിടെ കാണുന്ന ലൈറ്റ് പച്ച നിറത്തിൽ പാടം പോലെ കാണുന്നുണ്ടെങ്കിൽ അത് തക്കാളി, വെണ്ട, ക്യാബേജ്, കടല അങ്ങനെ പച്ചക്കറി കൃഷി ചെയ്തേക്കുന്നു. അതിൻ്റെ അകത്ത് തന്നെ റെഡ് കളർ കളം തിരിച്ചിട്ട് വന്നല്ലേ കാണുന്നത്. പുതിയതായിട്ട് കൃഷി ഇറക്കാൻ വേണ്ടിയിട്ട് മണ്ണ് ഉഴുതിട്ടിരിക്കുന്നതാണ്. അതിൻ്റെ അകത്ത് ഈ കൂണിൻ്റെ ആകൃതി കാണുന്ന നമ്മുടെ വീടുകളിൽ കൃഷി ചെയ്തേക്കുന്ന വാളംപുളികളും റോഡിൻ്റെ ഇരുവശങ്ങളായിട്ട്, റോഡ് കാണത്തില്ല, ആ റോഡ് കാണാമെങ്കിൽ ആ റോഡിൻ്റെ ഇരുവശങ്ങളായിട്ട് കാണുന്നത് തെങ്ങും തോപ്പുകളാണ്. ഒരു 60 അടി 80 അടിയൊക്കെ ഹൈറ്റുള്ള തെങ്ങുകളാണ്. നമ്മൾ ഇത്ര ഹൈറ്റ് നിൽക്കുന്നതുകൊണ്ടാണ് ചെറിയ കുറ്റിച്ചെടി പോലെ നമുക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ ആദ്യം അഡ്വാൻസ് പറഞ്ഞ പോലെ തന്നെ കാറ്റ് കുറവായതുകൊണ്ടാണ് ചെറിയ മോഡൽ വന്നേക്കുന്നത്. പിന്നെ നിങ്ങൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അതല്ല എങ്കിൽ ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ വ്യൂ ആണ്. അതായത് നമ്മുടെ കണ്ണിന് എത്ര പവർ ഉണ്ടോ അത്ര ലോകി കാണാൻ പറ്റും. ആ കാണുന്ന സ്റ്റാച്ചു ഉണ്ടോ, ലൈറ്റ് വേണം കാണുന്നത്. ആ സ്റ്റാച്ചുവിൻ്റെ അവിടെ ചിലപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതിൻ്റെ അപ്പുറത്തൊരു മലയുണ്ട്, ആ മല കാണാം. മലയ്ക്ക് അപ്പുറത്താണ് മുല്ലപ്പെരിയാർ വരുന്നത്. മുല്ലപ്പെരിയാറിൻ്റെ ഡാം നമുക്ക് കാണാൻ പറ്റത്തില്ല, പകൽ വന്നാലും കാണാൻ പറ്റത്തില്ല. പക്ഷേ മുല്ലപ്പെരിയാറിൻ്റെ വെള്ളം ഒരു അരുവി പോലെ ഒഴുകി വന്ന് വൈകാടാമി കെട്ടിക്കിടക്കുന്ന ഉൾപ്പെടെ കൊടൈക്കനാലിലെ മലകൾ തൊട്ട് മേഘമല എന്ന് പറഞ്ഞ ടൂറിസ്റ്റ് പോയിന്റ് ഉൾപ്പെടെ ഇവിടെ 100 കണക്കിന് കാറ്റാടിലുണ്ട്. ആ കാറ്റാടി ഉൾപ്പെടെ നമ്മുടെ കണ്ണിന് എത്ര പവർ ഉണ്ടോ അത്ര ലോങ്ങി കാണാൻ പറ്റും. നല്ല കാറ്റുള്ള ടൈമിങ്ങിലും ഒരു 6 മണിക്ക് മുന്നേയാണ് ഇവിടെ വരുന്നതെങ്കിൽ. ഇനിയിപ്പോൾ നമ്മൾ കണ്ടിട്ട് വന്നത്, ഇവിടെ ഈ താഴെ ഈ ലൈറ്റ് വേണ്ട കാണുന്നുണ്ടോ, അതൊരു അമ്പലമാണ് കാണുന്നത്. നിങ്ങൾക്ക് നല്ല കാണുമെന്ന് അറിയത്തില്ല. ആ അമ്പലത്തിന് ഒരു പ്രത്യേകതയുള്ള അമ്പലമാണ്. ആ അമ്പലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലയാള മാസത്തിലെ ഒരു വർഷത്തിലെ മലയാള മാസത്തിലെ കന്നിമാസത്തിലെ 5 ശനിയാഴ്ചകളിൽ മാത്രം ഓപ്പൺ ചെയ്യും ഉത്സവം നടക്കുകയും ചെയ്യുന്ന രംഗനാഥ കോവിൽ എന്ന് പേര് വരുന്ന മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ രൂപസാദൃശ്യം വരുന്ന ഒരു അമ്പലമാണ് കാണുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കണ്ടിട്ട് വന്ന ആമപ്പാറ എന്ന് പറയും. ആമപ്പാറയുടെ പേര്, നമ്മുടെ ട്രക്കിങ്ങിന്റെ പേര് തന്നെ ആമപ്പാറ ട്രക്കിംഗ് എന്നാണ്. ആമപ്പാറ എന്നുള്ള പേര് വരുന്നത് പല ആംഗിളിൽ കയറി ഇറങ്ങി വരുന്ന നാച്ചുറൽ AC ആയിട്ടുള്ള ആമയുടെ ഷേപ്പുള്ള ഒരു കല്ലാണ്. അതുകൊണ്ടാണ് ആമപ്പാറ എന്ന് പേര് വന്നിരിക്കുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിപ്പം കൂടി ആമശില്പുള്ളത് അവിടെ തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ വന്ന കുറവൻകുത്തി സ്റ്റാച്ചു, ലൈറ്റ് വട്ടം കാണുന്ന കുറവൻകുത്തി സ്റ്റാച്ചു കാണാനാണ് പോകുന്നത്. അതും ഒരു ഐതിഹ്യത്താലാണ് അറിയപ്പെടുന്നത്. അതായത് ഒരു മുന്നിൽ 2 ആദിവാസികളെ ശപിച്ചൊന്നും 2 മലകളാക്കിയെന്നും പിന്നീട് മനുഷ്യ നിർമ്മിതിയാൽ ഇവരെ ഒന്നിപ്പിക്കുന്ന ഒരു വരം നൽകിയെന്നും ആ വരപ്രകാരം കുറവൻ കുർത്തി എന്ന് പറയുന്ന 2 മലകളെ ജോയിന്റ് ആയിട്ടാണ് ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ഓർമ്മയ്ക്കാണ് കുറവൻകുത്തി സ്റ്റാച്ചു അടിച്ചിരിക്കുന്നത്. അത് കേരളത്തിലെ ഇരട്ട പ്രതിമകളിൽ ഏറ്റവും വലിപ്പം കൂടിയ പ്രതിമയാണ്. അതിൻ്റെ ബാക്കി കാണുന്ന ഒരു 7ാമത്തെ വാച്ച് ടവറാണ്. ആ വാച്ച് ടവറെ കയറിയാൽ 1 മണിക്കൂർ മുന്നേ ആയിരുന്നു. വീണ്ടും ഞാൻ പറയുന്നത് 1 മണിക്കൂർ മുന്നേ ആണെങ്കിൽ ആ വാച്ച് ടവറെ കയറി കഴിഞ്ഞാൽ കമ്പന്തേനി മുന്തിരിത്തോട്ടം ഉൾപ്പെടെ തമിഴ്നാടിൻ്റെ ഇവിടെ നമ്മൾ കണ്ട ഇതേ സെയിം വ്യൂ ഇത്ര ഹൈറ്റിലല്ലാതെ കുറച്ചുകൂടി അടുത്തായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ സാധിച്ചാണ്. ഓക്കെ അല്ലേ?
വളരെ വ്യക്തമായിട്ടും ഡീറ്റെയിൽഡ് ആയിട്ടാണ് അവിടുത്തെ ഓരോ പ്രത്യേകതകളും ആ ചേട്ടൻ പറഞ്ഞു തന്നത്. അത് എല്ലാവരും ഒരേപോലെ എൻജോയ് ചെയ്ത് കേട്ടിരുന്നു കേട്ടോ. നേരെ ഒരുപാട് ഇരുട്ടിയത് കൊണ്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് പോന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.